നമുക്കിടയിൽ കണ്ണീർ തുള്ളികൾ വീഴും. പ്ലീസ്. ഞാനാ നിങ്ങളുടെ ഭാര്യ മീര. ഫോൺ കട്ട് ചെയ്യരുത്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളിതിപ്പോ എവിടെയാ? എനിക്കത് അറിയണം. 2 മാസേ ആയിട്ടുള്ളൂ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങളോടൊപ്പം കഴിഞ്ഞ് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നിങ്ങളിതിപ്പോ എവിടെയാ? എവിടെയാണെങ്കിലും എത്താൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ ഇപ്പൊ തന്നെ എത്തണം. ആരാ അത്? ഒരു പെണ്ണിന്റെ ശബ്ദം. സത്യം പറഞ്ഞു, നീ ഇപ്പൊ ആരുടെ കൂടെയാ? എവിടെയാ? മീര, ഞാനിപ്പോ നാരായണന്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു നാടകക്കാരൻ ഇവിടെ എത്തിയപ്പോ അവന് വല്ലാത്ത നിർബന്ധം, അവന്റെ റിഹേഴ്സൽ കാണണം. ലൂയിസ്, ഏതാ പെണ്ണ്? ഓഹോ, അത് നാടകത്തിലെ പെണ്ണ്. അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ്, ഏതാ പെണ്ണ്? ലൂയിസ്, ഇത് നാടകമാണെന്ന് വിശ്വസിക്കാൻ എനിക്കാവില്ല. മീര, സത്യമായ നാടകമാണ്. നായകന്റെ ഡയലോഗാണ്. എന്നിട്ട് നായകൻ എന്താ മിണ്ടാത്തത്? അയാളുടെ സപ്തല്ലോ. നിന്റെ ഹൃദയം നിറച്ചു പോയോ? നിന്റെ ഹൃദയം നിറച്ചു പോയാൽ നീ ജീവിക്കും. കാരണം നിനക്ക് കൂടി വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നത്. എന്നിട്ട് നായകൻ എന്താ ഒന്നും മിണ്ടാത്തത്? അയാളുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. നായകൻ തകർന്നിരിക്കുകയാണ്, ഒന്നും കിട്ടാനാവാതെ. അയാൾക്ക് ചുറ്റും അയാളുടെ കാമുകി നടന്ന് വിലപിക്കുന്ന ഒരു സീനാണിത്. ലൂയിസ്, ഇത് നാടകമല്ലല്ലോ, ജീവിതമല്ലേ. ജീവിതത്തിലെ ഇത്ര ഹൃദയം തട്ടി പറയാൻ പറ്റും. സത്യം പറ ലൂയിസ്, ആരാ പെണ്ണ്? അവൾ നിന്നോടല്ലേ സംസാരിക്കുന്നേ? മീര, സത്യമായത് നാടകമാണ്, എന്നെ ഒന്ന് വിശ്വസിക്കും പ്ലീസ്. കാണാൻ പറയത്തിരിക്കുന്ന നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും? അതും അടുത്തു നിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇത് നാടകമാണോ ജീവിതമാണോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? എനിക്ക് വയ്യ, ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും. എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഞാൻ പോവും. പോയിക്കോ, പോയിക്കോ. തൃപ്തിയായില്ല നിനക്ക്? നിനക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റില്ലേ? ഞാൻ ഓഫ് ആക്കി വെച്ചില്ലേ? എല്ലാം തകർക്കുന്ന കലഹം, എല്ലാം വാരിക്കുളിരുന്ന സ്നേഹം. കാത്തിരിക്കാൻ മറ്റൊരു പിരിയാനാവാതെ നമ്മൾ. മീര തന്നെയാണ്. മീര, എന്റെ കണ്ണിൽ നീയും നിന്റെ കണ്ണിൽ ഞാനും ശത്രുക്കളാണ്. സോറി മീര, സ്നേഹത്തിന് വേണ്ടിയല്ലേ മനുഷ്യർ ശത്രുക്കളാവുന്നത്?